ഞാൻ ദീപ എസ് പണിക്കർ. എൻ്റെ വീട്ടിലാണിത്. സഹദയ മന്ദിരം, ഒല്ലേറ്റിയമ്പലം, PO മാവേലിക്കര. 690510 പിൻ നമ്പർ എന്ന് പറയുന്നത്. അപ്പം ഞാനീ പറയാൻ തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കണിയാൻ എന്ന് പറയുന്ന ഒരുത്തരുണ്ട്, സുബ്രഹ്മണ്യൻ എന്നാണ് അവൻ്റെ പേര്. അവനിങ്ങനെ മലപ്പുറത്തു നിന്ന് വന്നവനാണ്. അവനിങ്ങനെ ഈ സൽപ്പകവല്ലിയുടെ വീട്ടിലാണ് വന്ന് കയറിയിരിക്കുന്നത്. അവൻ വലിയൊരു ഇതുപോലുള്ള ഇൻഷുറൻസ് ലൂട്ടറാണ്. അവൻ്റെ ഒരു മോനുണ്ടായിരുന്നു, സിജി സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവനെ. അവനെ ഇതുപോലെ എവിടെയൊക്കെയോ കൊണ്ടുവന്ന് ഇങ്ങനെ അവൻ ഭയങ്കര കള്ളുടിയനായിരുന്നു. അവൻ ഗൾഫിലായിരുന്നു. അവനെ ഗൾഫിൽ നിന്ന് വരുത്തിയേച്ച് അടുത്ത ദിവസം തന്നെ ഇവനെവിടെയോ പറഞ്ഞു വിടുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവനെ പള്ളിപ്പാട്ട്, ഇവൻ്റെ ഭാര്യ വീട് പള്ളിപ്പാടാണ്. അപ്പോൾ അവൻ അവിടെ പോകുന്നതിന് മുമ്പ് മോഹൻ സിംഗ്, അങ്ങനെ കുറേ ഉണ്ട്, രാജേഷ് ഖന്ന എന്നൊക്കെ പറയുന്ന കുറേ ഫ്രോഡുകൾ ഇവിടെ ഉള്ളവർക്കെല്ലാം അറിയാം ഇവന്മാർ ഭയങ്കര ഫ്രോഡുകളാണെന്ന്. ഒത്തിരി പേർക്കറിയാം. ഇവന്മാരെ വിചാരം ഇവന്മാരെക്കുറിച്ചൊന്നും നല്ലതാണ് പറയുന്നതെന്ന് വിചാരം. ഒത്തിരി പേര് നമ്മളോട് പറഞ്ഞു പക്കാ ഫ്രോഡുകളാണ് ഇവന്മാരെന്ന്. എന്നിട്ട് ഇവന്മാർ എല്ലാം കൂടെ ഇവന്മാർ കള്ളുകൂടിയന്മാരാണ്. എല്ലാം കള്ളിനകത്ത് ഏതാണ്ടെല്ലാം കൊടുത്ത് മയക്കിയേച്ച് ഇവനെല്ലാം കൊണ്ടുവന്ന് ലേക്ക് ഷോർ ഹോസ്പിറ്റലിട്ട് മയക്കി കുറേ നാൾ ഇതുപോലെ ഹരീഷ് റാണയുടെ കാര്യം പറയുന്ന പോലെ മയക്കിയെല്ലാം ഇട്ട് അവിടുന്ന് പിന്നെ കുറച്ച് 4-5 മാസം കഴിഞ്ഞപ്പോഴത്തേനും 2-3 മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ബോധമൊക്കെ വീണ് കോമയായിരുന്നെന്നാണ് പറയുന്നത്. ബോധമൊക്കെ വീണേച്ച് ഇവനെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോധമൊക്കെ വീണ് കഴിഞ്ഞപ്പോഴത്തേനും ഒരു കൊച്ചൊക്കെ അങ്ങ് ജനിച്ച് കോമയായിരുന്നെന്നാണ് പറയുന്നത്. ഒരു കുഴപ്പമില്ല. അപ്പോൾ ഫിസിക്കലി ഫിറ്റാണ് ഇവൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കൊച്ചൊക്കെ ജനിച്ച് അത് കഴിഞ്ഞ് പിന്നെ എന്നിട്ടിപ്പം പറയുന്നത് ഇവൻ്റെ കൊച്ചല്ല, ഭയങ്കര ഡ്രാമകളാണ്. DNA ടെസ്റ്റൊക്കെ ഇല്ലയോ ഇവൻ്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്ത് വരാൻ. അപ്പം അവനെ കാണുന്ന പോലെ തന്നെ ഇരിക്കുക കൊച്ചിനെ കാണാൻ. എന്നിട്ട് ഇവനെ ഇപ്പം ഇവന്മാർ ഇതുപോലെ ഇവിടെ കൊണ്ടുവന്നിട്ട് കളഞ്ഞിരിക്കുകയാണ്. ഇവിടെ കൊണ്ടുവന്ന് തള്ളിയിട്ടുണ്ട്. ജോബ് ലോസ് ഇൻഷുറൻസ് ഒക്കെ വാങ്ങിച്ച് ഗൾഫിൽ നിന്നുള്ള 3 കോടി ഇൻഷുറൻസ് ഒക്കെ വാങ്ങിച്ചിട്ട്. അതുപോലെ പള്ളിപ്പാട്ടുകാരി എന്ന് പറയുന്നവൾ ഇവിടുന്ന് എവിടെയോ ഇതാക്കിയിരിക്കുക. ഇവിടെ ഒന്നും ഇപ്പം കാണാനില്ല അവളെ. അപ്പം ഇങ്ങനെയുള്ള വലിയ കള്ളത്തരവും ഈ ഗൂഢസംഘമാണ് ഇവൾ മാറും. അപ്പോൾ ഇവൾ വന്നിട്ടുണ്ട് ഇപ്പം. ഇവൻ്റെ ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന മലപ്പുറത്തുകാരൻ്റെ മോള്, അവളും ഇവൻ്റെ തന്നെ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ്റെ പെങ്ങളുടെ മോനെ തന്നെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഗൂഢമായ സംഘങ്ങൾ ഇങ്ങനെയാണ് അവരുടെ റിലേറ്റീവ്സിനെ കല്യാണം കഴിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചില വലിയ വലിയ സീക്രട്സ് ഒന്നും വെളിയിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവന്മാർ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവനിപ്പം വന്നിട്ടുണ്ട്. ഇങ്ങനെ വന്ന് ഇവൻ്റെ വീട്ടിലുണ്ട് അപ്പുറത്ത് ഈ സുബ്രഹ്മണ്യൻ്റെ സൽപ്പകവല്ലി എന്ന് പറയുന്ന അവിടെ വീട്ടിലുണ്ടല്ലോ. അപ്പോൾ ഇവളുമാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ തലയിലോട്ട് ഇങ്ങനെ അടിക്കുക, നമ്മുടെ ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ പലതും ഇങ്ങനെ ചെയ്യുക. ലേസർ വെച്ചും ഫോൺ എപ്പോഴും ഓണായിരിക്കും. ഇവന്മാരുടെ ഫോണും അതും ഇതെല്ലാം ഓണാണ്. ഇതൊക്കെ അറിയാനൊക്കെ ഇവന്മാർ എന്താ ഇത്രയും ഇതാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇടത് സൈഡിലോട്ട് ഇങ്ങനെ അടിക്കുകയാണ്. നമ്മുടെ ഒരു ഇടത് സൈഡ് ഈ വകുപ്പെടുക്കുന്ന സൈഡിലോട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ ആ ഹോൾ തലയുടെ പുറവശം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. കുറേ എണ്ണം വന്നിട്ടുണ്ട്. അവൻ്റെ ഇവൻ്റെ ഈ മോളെന്ന് പറയുന്നത് അവിടെ ഭർത്താവ് എന്ന് പറയുന്നത് ഇവൻ്റെ പെങ്ങളുടെ മോൻ തന്നെയാണ്. പിന്നെ മോനും എങ്ങാണ്ടാ വന്നിരിക്കുന്നത്. വലിയ കള്ള സംഘമാണ്. അപ്പം എൻ്റെ കുഞ്ഞിനെക്കാട്ടിലും 2 വയസ്സോളം മൂത്തതാണ് ഇവൻ. എന്നിട്ട് ഇപ്പോഴും പറഞ്ഞ ഡിഗ്രിയാണെന്ന്. എൻ്റെ കൊച്ചു ഡിഗ്രി കഴിയാറായി. എന്തൊക്കെയാണ് പരിപാടി എന്നൊന്നും അറിയത്തില്ല. ഇവളുടെ മോനല്ലേ, ഇവള് മന്ദബുദ്ധിയാണ്. ഈ സിമി എന്ന് പറയുന്നവൾ 10ലൊക്കെ ഉണ്ടയിട്ട തോറ്റ് തൊപ്പിയിട്ടവളാണ്. അങ്ങനെ മലപ്പുറത്ത് പോയപ്പോഴാണ് ഇവനെ കിട്ടിയത്. അപ്പം അങ്ങനെ ഇപ്പം ഇവളിങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പം പറയുന്നത് മോനങ്ങ് ഡിഗ്രിക്ക് പഠിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വലിയ നമ്പർ 1 കള്ളികളാണ്. ഇങ്ങനെ ഗൂഢസംഘം ഇങ്ങനെ നടക്കുക. നേരത്തെ ഒരു ഇവരിൽ രാമനാട്ടുകര എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഒരു തട്ടാൻ്റെയൊക്കെ അടുക്കലായിരുന്നു. ഇപ്പോഴാണ് മനസ്സിലായത് ഈ തട്ടാൻ്റെയൊക്കെ അടുക്ക് നിന്നുകൊണ്ട് സൈനൈഡ് പരിപാടികളും പല പരിപാടികളുണ്ട് ഇവന്മാർക്ക്. പല രീതിയിലുള്ള ഇൻഷുറൻസ് ലൂട്ട് ചെയ്യുന്ന പരിപാടികളാണ് ഇവൾക്കുടെ. പിന്നെ എന്തൊക്കെയോ പ്രശ്നം, ഗർഭപാത്രത്തിന് കുഴപ്പമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശുപത്രിയിലൊക്കെ പോയി ഇഷ്ടംപോലെ ഇങ്ങനെ ബെഡ് റെസ്റ്റ്, വുഡ് റെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാശൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പം ഇവിടെ അമ്മച്ചിക്കാണെങ്കിൽ കാലയിൽ എപ്പോഴും പൊട്ടി കളിയുന്ന ദീനം. അങ്ങനെ പല ദീനങ്ങളാണ്. അങ്ങനെ പല ദീനങ്ങളും പറഞ്ഞ് ഇങ്ങനെ ഇവിടെ അമ്മായിയമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ പെങ്ങളെന്ന് പറയുന്നവർക്ക് മുട്ട് പിന്നെ ഇങ്ങനെ കുത്തി കൊര, ഇങ്ങനെ പല കുത്തി കുരയ്ക്കാനുള്ള ഇതൊക്കെ കൊടുക്കും. ഇങ്ങനെ പല രോഗങ്ങളാണ്. ഇങ്ങനെയൊക്കെ പല വേലകളുമായിട്ട് നടക്കുക ഇവിടുമാർ. ഇങ്ങനെ വന്ന് കയറിയിട്ടുണ്ട്. അപ്പം നമ്മളിവിടെയാണ്, എൻ്റെ അമ്മയുടെ കൂടാണ്. ഇങ്ങനെ നമ്മളെ റെഡിയാക്കണം. അങ്ങനെ പല രീതിയിൽ ഇവിടുമാരുടെ ഫോണും എല്ലാം പരിശോധിച്ചറിയാം. ഇങ്ങനെ കയറിയിരിക്കുക പല കള്ളത്തരവുമായിട്ട്. ഇതാണ് എൻ്റെ വീട്. ഇവിടെ ഞാൻ എൻ്റെ അമ്മയുമായിട്ടാണ് ഇരിക്കുന്നത്. ഉണ്ട്. ഓക്കെ, ഇവിടെ വേറെ ആരുമൊന്നുമില്ല, കാണാം. വേറെ ആരുമില്ല. ഇങ്ങനെ വന്ന് കയറി നടക്കുക.
പിന്നെ ഭയങ്കര പുകയിടിയിൽ നമ്മളെയൊക്കെ പല രീതിയിലുള്ള ഈ ഇൻഷുറൻസ് മാഫിയാണ്, മാഫിയകൾ വന്നിരിക്കുക, മെഡിക്കൽ മാഫിയ. നമ്മളെ എങ്ങനെയെങ്കിലുമൊക്കെ റെഡിയാക്കണമെന്നൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെ മെഡിക്കൽ മാഫിയ വന്നിരിക്കുക. എൻ്റെ സ്വത്ത് തട്ടണം, പല പല ആഗ്രഹങ്ങളാണ് ഇവളുമാർക്ക്. 3 കോടിയൊക്കെ ഉണ്ടെങ്കിൽ നീയൊക്കെ പോയി വേറെ വല്ലതും വാങ്ങിയടി. ഇത് എൻ്റെ അച്ഛൻ്റെ സ്വത്താണ്, ഇത് നിനക്കൊന്നും തരാനും കണ്ടവക്കൊന്നും വിൽക്കാനും അല്ലടി, ഇത് എൻ്റെ പേരിൽ എനിക്കുള്ളതാണ്. ഇത് എനിക്കും എൻ്റെ കൊച്ചു തലമുറകളായിട്ട് അനുഭവിക്കാനുള്ള സ്വത്താണ് ഇത്. അതായത് നിനക്കൊന്നും തരാനല്ല, കണ്ട കണിയാൻ മലപ്പുറത്തു നിന്ന് വന്ന കണിയാൻ കയറി കിടക്കുന്നിടത്തൊന്നും തരാനല്ലടി ഇത്, മനസ്സിലായോ? ഇത് എൻ്റെ അച്ഛൻ്റെ സ്വത്താണ്, കണ്ടവരൊന്നും കൊടുക്കാനല്ല. നീ ഇതിലൊന്നും കണ്ണ് വേണ്ട. ഇതെൻ്റെ എൻ്റെ 7 സെൻറ്റ് എൻ്റെ സ്വന്തം കൊണ്ട് ഞാൻ വാങ്ങിച്ചത്. പിന്നെ എൻ്റെ അമ്മ 12 വർഷം കേസ് പറഞ്ഞതുണ്ട്. ഇത് എൻ്റെ അച്ഛൻ്റെ 9 സെൻറ്റ്, 9 സെൻറ്റും 10ഉം 7ഉം ഇങ്ങനെ 26 സെൻറ്റ് സ്ഥലമാണിത്, ഈ വീട് നിൽക്കുന്നതാണ് തന്നെ. ഇതൊന്നും ഒരു സെൻറ്റ് 1 ഇഞ്ച് ഭൂമി പോലും ഓരോവനും കൊടുക്കാനല്ല. ഇങ്ങനെ കുറേ കണിയാന്മാർ വന്നിപ്പം കയറിയിരിക്കാവും, കുറേ കണിയാൻ ജാതി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇത്. ഇവളെയൊന്നും ഇവിടെ കയറ്റാനും ഒന്നും ഉള്ളതല്ല. കണ്ടല്ലോ, ഇവളുമാർ ഈ വഴിയെ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവളെ എടുത്തതെന്ന് വെച്ചാൽ ഇവളുമാരാണ് വന്നത്, അല്ലേ പറയുക നമ്മുടെ വീട്ടിലോട്ട് ആരാണ്ട് വന്നെന്ന്. ഇവിടെ ഒന്നും ഇവളെ കയറ്റത്തില്ല, ഇവിടെ ഈ വഴിയെ ഇങ്ങനെ പോത്തേ ഉള്ളൂ. വായി നോക്കികൾ ഇങ്ങനെ വഴിയും ഇങ്ങനെ പോത്തേ ഉള്ളൂ. ഇതാണ് വഴി, അല്ലാതെ ഇവളെ ഒന്നും ഇവിടെ കയറ്റത്തില്ല, മനസ്സിലായില്ലയോ? നടക്കുക അങ്ങ് പ്രീതായസ് പണിക്കറിനെയും ഇവരെല്ലാം കുറേ എണ്ണം ഉണ്ട്. ഇവർക്ക് ഗൂഢസംഘങ്ങളിങ്ങനെ നടക്കുക, ഗൂഢസംഘം കുറേ എണ്ണം.